പ്രഭാത സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ക്ഷേത്രഗോപുരത്തെ തഴുകി കടന്നുപോകുമ്പോൾ വായുവിൽ അലിഞ്ഞു ചേർന്ന കർപ്പൂരഗന്ധവും ചെണ്ടയുടെ താളാത്മകമായ നാദവും ഭക്തമനസ്സുകളിൽ ഒരു അപൂർവ ശാന്തി നിറയ്ക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ആത്മീയ ഭൂപടത്തിൽ സവിശേഷമായ ഒരിടം അടയാളപ്പെടുത്തിയ പുണ്യസങ്കേതമാണ് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം. ശാന്തഭാവത്തിൽ അനുഗ്രഹം ചൊരിയുന്ന ദുർഗാദേവിയും ശത്രുസംഹാര രൂപിണിയായ വാരാഹി പഞ്ചമി ദേവിയും തുല്യ പ്രാധാന്യത്തോടെ ഒരു നാലമ്പലത്തിനുള്ളിൽ വാഴുന്ന ഈ ക്ഷേത്രം ഭാരതത്തിലെ തന്നെ അത്യപൂർവമായ ഒരു സങ്കേതമാണ്. സന്ധ്യാദീപങ്ങൾ തെളിയുന്ന വേളയിൽ കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ശില്പചാരുതയും ചുറ്റമ്പലത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന നെയ്വിളക്കുകളുടെ പ്രഭയും ഈ ക്ഷേത്രത്തെ ഒരു സ്വർഗീയ സങ്കേതമാക്കി മാറ്റുന്നു. ആദിപരാശക്തിയുടെ രണ്ട് ഭാവങ്ങൾ, ശാന്തസ്വരൂപിണിയായ ദുർഗയും സർവ്വസൈന്യാധിപയായ വാരാഹിയും ഇവിടെ ഭക്തർക്ക് അഭയമേകുന്നു. 5 നൂറ്റാണ്ടുകളുടെ പഴമയും ആധുനിക കാലത്തെ ഭക്തിയുടെ ഉണർവും സമന്വയിക്കുന്ന ഈ മഹാക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്കും വാസ്തുവിദ്യയിലേക്കും ആത്മീയ രഹസ്യങ്ങളിലേക്കും നമുക്കൊരു തീർത്ഥയാത്ര പോകാം. ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് 5 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കേരളത്തിന്റെ ഗ്രാമീണ സാമൂഹിക വ്യവസ്ഥിതിയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ആദ്യകാലങ്ങളിൽ ഇതൊരു തെക്കത് സമ്പ്രദായത്തിലുള്ള ആരാധനാലയമായിരുന്നു. ഒരു തറവാടിന്റെയോ സമൂഹത്തിന്റെയോ ആത്മീയ സംരക്ഷണത്തിനായി പീഠവും വാളും പ്രതിഷ്ഠിച്ച് ആരാധിച്ചിരുന്ന രീതിയായിരുന്നു അത്. ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി കരുതപ്പെടുന്നത് വലിയ ഉദയാദിത്യപുരം ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. ചരിത്രപരമായി പഞ്ചമി ദേവി ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുൻപ് മഹാദേവന് വഴിപാടുകൾ അർപ്പിക്കുക എന്നത് നിർബന്ധിതമായ ഒരു ചട്ടമാണ്. പണ്ടുകാലത്ത് ഈ മഹാദേവ ക്ഷേത്രത്തിലെ ശാന്തിക്കാരാണ് ഇവിടെ വന്ന് പന്തിരുനാൾ പൂജ നടത്തിയിരുന്നത്. ഒരു പ്രദേശത്തിന്റെ കാർഷിക സംസ്കൃതിയുടെയും സാമൂഹിക ഐക്യത്തിന്റെയും പ്രതീകമായിരുന്നു അക്കാലത്തെ കൊടുതി ഉത്സവം. 1970കളിൽ പൗർണമി പൂജ ആരംഭിച്ചതോടെയാണ് ക്ഷേത്രത്തിൽ വലിയ തോതിലുള്ള ജനപങ്കാളിത്തമുണ്ടായി തുടങ്ങിയത്. 1980കളുടെ മധ്യത്തിൽ പഴയ പ്ലാവിൻ പീഠത്തിന് ജീർണത സംഭവിച്ചപ്പോൾ പുതിയ പീഠം പ്രതിഷ്ഠിച്ചു. പ്രശസ്ത തന്ത്രി ഋഷിമംഗലം വാസുദേവൻ പോറ്റി അന്ന് നടത്തിയ പ്രവചനം ഇതൊരു മഹാക്ഷേത്രമായി മാറും എന്നത് അക്ഷരാർത്ഥത്തിൽ ഇന്ന് സത്യമായി ഭവിച്ചിരിക്കുന്നു. 1992 മെയ് 5 നടന്ന വിഗ്രഹപ്രതിഷ്ഠ ക്ഷേത്ര ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ്. കുന്നത്തുകാൽ ഹരിദാസൻ പോറ്റിയുടെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ബിംബമാണ് ഇന്ന് നാം കാണുന്ന ദുർഗാദേവിയുടെ രൂപം. തുടർന്ന് 2007 തന്ത്രി പ്രശാന്ത് ജി നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്ന നവീകരണ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തെ ഇന്നത്തെ പ്രൗഢിയിലേക്ക് ഉയർത്തി. കേരളീയ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രത്തിന്റെ നിർമ്മാണം. പരമ്പരാഗതമായ നാലമ്പല ശൈലിയിലുള്ള ഈ നിർമ്മിതി ആത്മീയതയെയും തച്ചുശാസ്ത്രത്തെയും എങ്ങനെ സമന്വയിപ്പിക്കാം എന്നതിന്റെ ദൃഷ്ടാന്തമാണ്. പരിണിതപ്രജ്ഞനായ വാസ്തുവിദഗ്ധൻ കരിക്കകം വേലായുധനാചാര്യയുടെ നിരീക്ഷണത്തിൽ രൂപപ്പെട്ട ഈ ക്ഷേത്രത്തിന്റെ ഓരോ അളവുകളും കേരളീയ വാസ്തുശാസ്ത്രത്തിലെ തച്ചുശാസ്ത്ര വിധികൾ അണുവിട തെറ്റാതെ പാലിച്ചുകൊണ്ടുള്ളതാണ്. ക്ഷേത്രത്തിന്റെ സ്ഥാനനിർണയം മുതൽ വിഗ്രഹത്തിന്റെ ഉയരവും ശ്രീകോവിലിന്റെ വിസ്തൃതിയും തമ്മിലുള്ള ആനുപാതികമായ ബന്ധം പോലും പ്രപഞ്ചോർജത്തെ ക്ഷേത്രത്തിനുള്ളിലേക്ക് ആവാഹിക്കുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ ക്ഷേത്ര നിർമ്മാണത്തിലെ ഏറ്റവും സങ്കീർണവും ശ്രദ്ധേയവുമായ എഞ്ചിനീയറിംഗ് വിസ്മയം അതിലെ ഷഡാധാര പ്രതിഷ്ഠയാണ്. അതായത് ഭൂമിക്കടിയിലുള്ള ആധാരശില മുതൽ മുകളിലെ സ്തൂപിക വരെ 6 പാളികളിലായി ആധാരശില, കൂർമ്മശില, യോഗനാളങ്ങൾ തുടങ്ങി ആത്മീയ ഊർജത്തെ കേന്ദ്രീകരിക്കുന്ന ഈ പ്രക്രിയ ക്ഷേത്രത്തിന് ഒരു വലിയ ഊർജ സ്രോതസ്സിന്റെ കരുത്ത് നൽകുന്നു. നിർമ്മാണ സാമഗ്രികളുടെ തെരഞ്ഞെടുപ്പിലും അതീവ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ തനതായ വെട്ടുകല്ല്, ഉറപ്പേറിയ ഗ്രാനൈറ്റ് ശിലകൾ, ദശകങ്ങളോളം കേടുപാടുകൾ സംഭവിക്കാത്ത പ്ലാവ്, തേക്ക് എന്നീ തടികൾ എന്നിവയുടെ സന്തുലിതമായ ഉപയോഗം ക്ഷേത്രത്തിന് ഗാംഭീര്യവും ദീർഘായുസ്സും നൽകുന്നു. ശ്രീകോവിലിന്റെ ഭിത്തികളിലും മരപ്പണികളിലും തെളിയുന്ന സൂക്ഷ്മമായ കൊത്തുപണികൾ കേവലം അലങ്കാരങ്ങൾ മാത്രമല്ല, മറിച്ച് അവയോരോന്നും പുരാണ കഥകളുടെയും ദേവീ ചൈതന്യത്തിന്റെയും ദൃശ്യാവിഷ്കാരങ്ങളാണ്. കേരളത്തിൽ മറ്റൊരിടത്തുമില്ലാത്ത രീതിയിൽ ഉള്ള വാരാഹി പ്രതിഷ്ഠ ഇവിടെ കേരളത്തിൽ പേട്ടയിൽ മാത്രമാണുള്ളത്. നിത്യേന ഗുരുതിയുള്ള ക്ഷേത്രമാണ് ഇവിടെ, ഏകക്ഷേത്രം.
ഈ ക്ഷേത്രത്തിലെ ഗുരുതിക്ക് പ്രത്യേകതയുണ്ട്. രാത്രി 8 മണി സമയത്താണ് ഇവിടെ ഗുരുതി നടക്കുന്നത്. അങ്ങനെ അപൂർവമായ ക്ഷേത്രമാണ് പേട്ടയിലെ ഈ വാരാഹി പഞ്ചമി ക്ഷേത്രം. പ്രഭാതത്തിലെ സൂര്യരശ്മികൾ ക്ഷേത്രത്തിന്റെ അന്തരാളങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ നിർമ്മാണ ശൈലിയുടെ പൂർണ്ണത ഭക്തർക്ക് നേരിട്ട് അനുഭവവേദ്യമാകും. ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ കേവലം ശിലാവിഗ്രഹങ്ങളല്ല, മറിച്ച് തന്ത്രശാസ്ത്രത്തിന്റെയും ലക്ഷണശാസ്ത്രത്തിന്റെയും അത്യപൂർവമായ സമന്വയമാണ്. ഒരേ സന്നിധിയിൽ 2 വ്യത്യസ്ത ഭാവങ്ങളിൽ വാഴുന്ന അമ്മമാരുടെ ബിംബലക്ഷണങ്ങൾ ഭക്തരിൽ ഭയഭക്തി ബഹുമാനങ്ങൾ നിറയ്ക്കുന്ന ഒന്നാണ്. നാലമ്പലത്തിനുള്ളിൽ ആദ്യം പ്രതിഷ്ഠിക്കപ്പെട്ട ദുർഗാദേവി ചതുർബാഹു രൂപത്തിലാണ് ദർശനം നൽകുന്നത്. ദേവിയുടെ തൃക്കൈകളിൽ വിഷ്ണു രൂപമായ ശംഖും ചക്രവും വിളങ്ങുന്നു. അതോടൊപ്പം ഭക്തർക്ക് സർവ്വ ഐശ്വര്യങ്ങളും വരദാനമായി നൽകുന്ന വരദമുദ്രയും, ഭയത്തിൽ നിന്ന് മോചനം നൽകുന്ന അഭയമുദ്രയും ദേവി ധരിച്ചിരിക്കുന്നു. ഈ രൂപഭാവങ്ങൾ ദേവിയുടെ അതീവ ശാന്തമായ സൗമ്യ ദുർഗഭാവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഇത് ശരണം തേടിയെത്തുന്ന ഭക്തർക്ക് ആത്മവിശ്വാസവും സംരക്ഷണവും ഉറപ്പു നൽകുന്നു. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തവും അതേസമയം പൂരകവുമായ പ്രഭാവമാണ് വാരാഹി പഞ്ചമി ദേവിയുടേത്. 2021 ജനുവരി 15 പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ബിംബം കേരളത്തിലെ വിഗ്രഹ നിർമ്മാണ കലയിലെ ഒരു വിസ്മയമാണ്. 6 കൈകളോട് കൂടിയ രൂപത്തിൽ അതിശക്തമായ ആയുധങ്ങൾ ധരിച്ചാണ് ദേവി നിലകൊള്ളുന്നത്. മണി, ഉലയ്ക്ക, വാൾ, കലപ്പ, ഗദ എന്നിവയ്ക്കൊപ്പം വരദമുദ്രയും ദേവിയുടെ കൈകളിൽ കാണാം. ഇവയോരോന്നും ആഴമേറിയ ആത്മീയ അർത്ഥങ്ങൾ വഹിക്കുന്നു. വാരാഹി ധരിച്ചിരിക്കുന്ന കലപ്പയും ഉലക്കയും കാർഷിക സംസ്കൃതിയുടെ ഭാഗമെന്നതിൽ ഉപരി ഭക്തന്റെ ഹൃദയമാകുന്ന നിലത്തെ ഉഴുതുമറിച്ച് പാകപ്പെടുത്തുന്നതിനെയും ഉള്ളിലെ അഹങ്കാരത്തെയും അജ്ഞതയെയും തകർത്തെറിയുന്നതിനെയും പ്രതീകവൽക്കരിക്കുന്നു. ആദിപരാശക്തിയുടെ സർവ്വസൈന്യാധിപയാണ് വാരാഹി. വരാഹമുഖത്തോടു കൂടിയ ഈ ബിംബം അധർമ്മത്തെയും ദുഷ്ടശക്തികളെയും വേരോടെ പിഴുതെറിയാനുള്ള കരുത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ജ്ഞാനത്തിന്റെ പ്രതീകമായ മണിയും ശത്രു സംഹാരത്തിന് ഉപയോഗിക്കുന്ന വാളും ഗദയും ദേവിയുടെ വീര്യത്തെ പ്രകടമാക്കുന്നു. ഇത്തരത്തിൽ ശാന്തവും രൗദ്രവുമായ 2 ഭാവങ്ങൾ ഒരേ മേൽക്കൂരയ്ക്ക് താഴെ ആരാധിക്കപ്പെടുന്നത് പ്രപഞ്ചത്തിലെ സ്ത്രീ ശക്തിയുടെ പൂർണ്ണതയെയാണ് അടയാളപ്പെടുത്തുന്നത്. ക്ഷേത്രത്തിന്റെ ഹൃദയഭാഗമായ നാലമ്പലത്തിനുള്ളിൽ ദുർഗാദേവിയും വാരാഹി പഞ്ചമി ദേവിയും ഇടതും വലതുമായി വാഴുന്നു. ഇത്തരമൊരു പ്രതിഷ്ഠാരീതി ലോകത്തിൽ തന്നെ വിരളമാണ്. വാരാഹി ദേവി ആദിപരാശക്തിയുടെ സൈന്യാധിപയായാണ് തന്ത്രശാസ്ത്രത്തിൽ അറിയപ്പെടുന്നത്. വൈഷ്ണവ, ശൈവ, ശാക്തേയ രീതികളിൽ ഒരുപോലെ ആരാധിക്കപ്പെടുന്ന ദേവിയാണ് വാരാഹി എന്നത് ഈ സങ്കേതത്തിന്റെ ആത്മീയ സാർവലൗകികത വെളിവാക്കുന്നു. ശ്രീകോവിലിനുള്ളിലെ എണ്ണവിളക്കുകളുടെ പ്രഭയിൽ ബിംബങ്ങൾ തിളങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന ശാന്തത വിവരണാതീതമാണ്. ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രത്തിലെ നിത്യേനയുള്ള ആചാരങ്ങളും വാർഷികാഘോഷങ്ങളും ഭക്തമനസ്സുകളിൽ ആത്മീയമായ ഉണർവ് നൽകുന്ന സവിശേഷമായ ചടങ്ങുകളാൽ സമൃദ്ധമാണ്. ഓരോ ദിവസവും ബ്രാഹ്മമുഹൂർത്തത്തിൽ ആരംഭിക്കുന്ന പൂജകൾ മന്ത്രധ്വനികളാൽ ക്ഷേത്ര പരിസരത്തെ പവിത്രമാക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ദുർഗാദേവിക്കും വാരാഹി പഞ്ചമി ദേവിക്കും സമർപ്പിക്കുന്ന വിശേഷാൽ ദീപാരാധനകളാണ്. ദുർഗാദേവിക്ക് സമർപ്പിക്കുന്ന നവദീപവും വാരാഹി പഞ്ചമി ദേവിക്ക് സമർപ്പിക്കുന്ന പഞ്ചമി ദീപവും ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷതയാണ്. നാളികേരത്തിനുള്ളിൽ നെയ്യ് നിറച്ച് ഭക്തിപൂർവ്വം തെളിക്കുന്ന പഞ്ചമി ദീപം വഴിപാടായി സമർപ്പിക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത്. കറുത്തപക്ഷ പഞ്ചമിയിലും വെളുത്തപക്ഷ പഞ്ചമിയിലും നടത്തുന്ന നവക കലശാഭിഷേകങ്ങൾ ദേവീ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്നു. തുടർച്ചയായി 12 പഞ്ചമി നാളുകളിൽ ഇത്തരത്തിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഏത് കഠിനമായ ദുരിതങ്ങൾ അകറ്റാനും ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും അത്യുത്തമമാണെന്നാണ് ഭക്തരുടെ അനുഭവസാക്ഷ്യം. കൂടാതെ പൗർണമി നാളുകളിൽ നടത്തുന്ന ഭഗവതി സേവയും ആയില്യം നാളിലെ നാഗപൂജകളും ക്ഷേത്രത്തിലെ ആത്മീയ ചൈതന്യത്തിന് മാറ്റുകൂട്ടുന്നു. കേരളത്തിൽ വിശേഷാൽ പൂജകൾ എന്ന് പറഞ്ഞത് ചെറുപ്പ് പൂജ, നിത്യപൂജ എന്നിങ്ങനെ 3 ഘട്ടങ്ങളായാണ് ഇവിടെ പൂജകൾ നടത്തുന്നത്. പിന്നെ ഇവിടുത്തെ വേറെ പ്രത്യേകത 12 വിളക്ക് വയ്ക്കുക എന്ന് വെച്ചാൽ ദേവിമാർക്ക് ദുർഗയ്ക്ക് നവദീപവും വാരാഹി പഞ്ചമിക്ക് പഞ്ചമി ദീപവും, തേങ്ങ ഉടച്ച് നെയ്യൊഴിച്ച് അതിൽ വാരാഹി അമ്മയ്ക്കും ഇടിഞ്ചിലിൽ എണ്ണ ഒഴിച്ച് ദുർഗയ്ക്കും വിളക്ക് കത്തിക്കുന്നു. 12 വിളക്ക് വെച്ച് കഴിയുമ്പോൾ ഭക്തർക്ക് അനുഭവപ്പെടുന്ന എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും അത് അമ്മയുടെ കടാക്ഷം കൊണ്ട് മാറുമെന്ന വിശ്വാസത്തിലാണ് ഈ നാട്ടിലെ ജനങ്ങളത്തെ ഇവിടെ എത്തിച്ചേരുന്നത്.
ക്ഷേത്രത്തിലെ വാർഷികോത്സവമായ അശ്വതി മഹോത്സവം മകരമാസത്തിലെ അവിട്ടം നക്ഷത്രത്തിൽ കൊടിയേറി 7 ദിവസങ്ങളിൽ അതിഗംഭീരമായി ആഘോഷിക്കപ്പെടുന്നു. ഒരു ദേശത്തിന്റെ മുഴുവൻ കൂട്ടായ്മയുടെ പ്രതീകമായ ഈ ഉത്സവ നാളുകളിൽ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തജനപ്രവാഹമുണ്ടാവാറുണ്ട്. ഉത്സവത്തിന്റെ 4ാം ദിവസം ദുർഗാദേവിയും വാരാഹി പഞ്ചമി ദേവിയും സംയുക്തമായി നടത്തുന്ന ദേശക്കാഴ്ച എഴുന്നള്ളത്ത് നയനമനോഹരമായ കാഴ്ചയാണ്. 5ാം ദിവസം 3ാം മനയ്ക്കൽ ജംഗ്ഷനിൽ നടക്കുന്ന പള്ളിവേട്ടയും 6ാം ദിവസം വലിയ ഉദയാദിത്യപുരം മഹാദേവ ക്ഷേത്രക്കുളത്തിൽ വെച്ച് നടക്കുന്ന ആറാട്ടും ഭക്തി നിർഭരമായ ചടങ്ങുകളാണ്. പൊങ്കാല സമർപ്പണത്തോടെ ഭക്തലക്ഷങ്ങൾ ദേവിയുടെ അനുഗ്രഹം തേടുന്നു. ഉത്സവത്തിന്റെ സമാപനമായി 7ാം ദിവസം രാത്രി വാരാഹി പഞ്ചമി ദേവിയുടെ നടയിൽ വെച്ച് നടക്കുന്ന വലിയ ഗുരുതി അതിപ്രധാനമായ ഒരു താന്ത്രിക വിദ്യയാണ്. ശത്രുദോഷങ്ങൾ അകറ്റുന്നതിനും നാടിനും നാട്ടാർക്കും ഐശ്വര്യം നൽകുന്നതിനുമായി നടത്തുന്ന ഈ ഗുരുതിയോടെയാണ് ഉത്സവത്തിന് പരിസമാപ്തിയാവുന്നത്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ നൽകുന്ന ഉത്സവ സദ്യ പ്രശസ്തമാണ്. ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളാണ് ഇതിൽ പങ്കുചേരുന്നത്. ഒരു ക്ഷേത്രം ഒരു പ്രദേശത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിന് അടിത്തറപ്പാകുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് മാനവസേവ മാധവസേവ എന്ന ഉദാത്തമായ ആപ്തവാക്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് മുന്നോട്ടു പോകുന്നത്. ക്ഷേത്ര ട്രസ്റ്റിന് കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഭക്തരുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ക്ഷേമത്തിനും വലിയ പ്രാധാന്യം നൽകുന്നു. എല്ലാ മലയാള മാസം 1ാം തീയതിയും ഉത്സവകാലങ്ങളിലും ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന അന്നദാനം കേവലം ഒരു വിശപ്പടക്കൽ മാത്രമല്ല, മറിച്ച് ഒരു ജനതയുടെ ഒത്തൊരുമയെയും സമഭാവനയെയും വിളംബരം ചെയ്യുന്ന ഒത്തുചേരൽ കൂടിയാണ്. ഇതിനു പുറമെ നിത്യേന നടന്നുവരുന്ന പ്രസാദക്കഞ്ഞി വിതരണം സാധാരണക്കാരായ ഭക്തർക്ക് വലിയ ആശ്വാസമാണ്. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി പഠന സഹായം, ചികിത്സാ സഹായം തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ക്ഷേത്രം സജീവമായി ഇടപെടുന്നുണ്ട്. നിർധനരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള കൈത്താങ്ങും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ചികിത്സാ ധനസഹായവും നൽകുന്നതിലൂടെ ക്ഷേത്രം ഒരു വലിയ കാരുണ്യ കേന്ദ്രമായി മാറുന്നു. വരും വർഷങ്ങളിൽ മംഗല്യനിധി സ്വരൂപിച്ചുകൊണ്ട് സമൂഹ വിവാഹങ്ങൾ ഉൾപ്പെടെ ബൃഹത്തായ പദ്ധതികൾ നടപ്പാക്കാനാണ് ട്രസ്റ്റ് ലക്ഷ്യമിടുന്നത്. ക്ഷേത്രത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ ഒരു വിഹിതം സമൂഹത്തിന് താഴെത്തട്ടിലുള്ളവരുടെ ഉന്നമനത്തിനായി വിനിയോഗിക്കുന്നതിലൂടെ ഭക്തിയും സാമൂഹിക സേവനവും എങ്ങനെ പരസ്പര പൂരകമായി മാറുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ സംഗീതം. ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രത്തിന്റെ ഇന്നത്തെ ഭൗതിക രൂപം ശാസ്ത്രീയമായ വാസ്തുവിദ്യയുടെയും കലയുടെയും അപൂർവ സമന്വയമാണ്. ക്ഷേത്ര നിർമ്മാണത്തിൽ അതീവ നിർണായകമായ വാസ്തുശാസ്ത്രപരമായ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകിയത് പ്രശസ്ത വാസ്തു വിദഗ്ധനായ ഡോക്ടർ കെ മുരളീധരൻ നായരാണ്. ക്ഷേത്രത്തിന്റെ ഓരോ സ്ഥാനനിർണയവും ദേവീ ചൈതന്യം ഭക്തരിലേക്ക് പ്രസരിപ്പിക്കുന്ന വിധത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യത്തിലാണ്. ഈ വാസ്തുശില്പ സങ്കല്പങ്ങൾക്ക് ജീവൻ നൽകിയത് പ്രശസ്ത ക്ഷേത്രശില്പി പാപ്പനംകോട് MR രാജേഷാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അതിമനോഹരമായ ശ്രീകോവിലും 4 അമ്പലവും പൂർത്തിയാക്കിയത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മുഹൂർത്തങ്ങൾ വെമ്പായം സനലടക്കമുള്ള പ്രഗത്ഭരായ ദൈവജ്ഞർ നിശ്ചയിച്ചതാണ്. ഉത്തരായണത്തിലെ അത്യുത്തമ മുഹൂർത്തത്തിൽ നടന്ന വാരാഹി പ്രതിഷ്ഠ പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ഊർജത്തെ ക്ഷേത്രത്തിലേക്ക് ആവാഹിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ ശബ്ദ ക്രമീകരണവും നിർമ്മാണ രീതിയും ഒരു പ്രത്യേക തരം ശാന്തത പ്രദാനം ചെയ്യുന്നു. വലിയ ഉദയാദിത്യപുരം മഹാദേവ ക്ഷേത്രത്തിലെ കുളത്തിൽ നടക്കുന്ന ആറാട്ട് ജലവും ആത്മീയതയും തമ്മിലുള്ള പുരാതന ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തർ പഞ്ചമി ദേവിയെ തേടിയെത്തുന്നു. വിദേശ രാജ്യങ്ങളിലടക്കമുള്ള മലയാളികൾക്ക് ഈ ക്ഷേത്രം ഒരു വലിയ ആശ്വാസ കേന്ദ്രമാണ്. കൊടിമരം സ്ഥാപിച്ചതോടെ ക്ഷേത്രം ഒരു പൂർണ്ണ മഹാക്ഷേത്രമായി മാറി. ക്ഷേത്രത്തിന്റെ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് ട്രസ്റ്റ് ഇപ്പോൾ നടപ്പാക്കുന്നത്. ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം ആത്മീയമായ ചിട്ടകൾ കർശനമായി പാലിക്കാനും അധികൃതർ ശ്രദ്ധിക്കുന്നു. ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രത്തിലെ ദൈനംദിന ചടങ്ങുകളും സവിശേഷ തിഥികളിലെ പൂജകളും ഭക്തർക്ക് അതീവ ചൈതന്യമേകുന്നവയാണ്. ആഗ്രഹസാഫല്യത്തിനായി ഭക്തർ സമർപ്പിക്കുന്ന പ്രധാന വഴിപാടുകളാണ് ദുർഗാദേവിക്കുള്ള നവദീപവും വാരാഹി പഞ്ചമി ദേവിക്ക് നടത്തുന്ന ഗുരുതി തർപ്പണവും. ദിവസവും അത്താഴപൂജാവേളയിൽ പഞ്ചമി ദേവിക്ക് നടത്തുന്ന ഗുരുതി തർപ്പണം ക്ഷേത്രത്തിലെ പ്രധാന നിത്യകർമ്മമാണ്. തിഥികൾ അനുസരിച്ചുള്ള പൂജകളിൽ വെളുത്തപക്ഷ പഞ്ചമി നാളിൽ ദുർഗാദേവിക്കും കറുത്തപക്ഷ പഞ്ചമി നാളിൽ വാരാഹി പഞ്ചമി ദേവിക്കും നടത്തുന്ന നവകാഭിഷേകം ഏറെ സവിശേഷമാണ്.
കൂടാതെ പൗർണമി തിഥിയിൽ വൈകുന്നേരങ്ങളിൽ ഐശ്വര്യദായകമായ ഭഗവതി സേവയും മലയാള മാസം 1-ാം തീയതി രാവിലെ ക്ഷേത്രത്തിൽ കൂട്ട് ഗണപതി ഹോമവും ഭക്തിപുരസ്സരം നടത്തിവരുന്നു. ഉപദേവതകൾക്കും കൃത്യമായ ആരാധനാക്രമങ്ങൾ ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ചകളിൽ രാവിലെ ഭദ്രകാളിക്ക് ഗുരുതി പുഷ്പാഞ്ജലിയും ശനിയാഴ്ചകളിൽ അയ്യപ്പസ്വാമിക്ക് ഭസ്മാഭിഷേകവും നടത്തുന്നു. സർപ്പദോഷ ശാന്തിക്കായി ആയില്യം നക്ഷത്രത്തിൽ നാഗദൈവങ്ങൾക്ക് 100 പാലും ആയില്യപൂജയും സമർപ്പിക്കാം. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം നിലനിർത്തുന്നതിനായി ക്ഷേത്രത്തിലെ മഹിളാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകിട്ട് 5:30-ക്കും മാസത്തിലെ 1-ാം തീയതി രാവിലെ 7:30-ക്കും ലളിതാ സഹസ്രനാമജപം നടന്നുവരുന്നു. ഇവ കൂടാതെ അതീവ പ്രാധാന്യമുള്ള കൈവട്ടക ഗുരുതി പൂജ, വിശേഷാൽ പൂജ, ത്രികാല പൂജ, നിത്യപൂജ, വാരാഹി ഗുരുതി പൂജ, പാനക വഴിപാട് എന്നിങ്ങനെയുള്ള വഴിപാടുകളും ഭക്തർക്ക് സമർപ്പിക്കാവുന്നതാണ്. ക്ഷേത്രത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധത വിളിച്ചോതുന്ന ഒന്നാണ് ഇവിടുത്തെ അന്നദാനം. മാസാവസാനം നടത്തുന്ന അന്നദാനത്തിനും പഞ്ചമി തിഥിയിലെ പ്രസാദക്കഞ്ഞി വിതരണത്തിനും ഭക്തർക്കും പങ്കാളികളാകാം. തിരുവനന്തപുരം നഗരത്തിൽ പേട്ട കല്ലുമൂട് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ആത്മീയമായ ശാന്തി തേടുന്നവർക്കും ആഗ്രഹസാഫല്യം കാത്തിരിക്കുന്നവർക്കും ഒരു ഉത്തമ കേന്ദ്രമാണ്. ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം വിശ്വാസത്തിന്റെ, ചരിത്രത്തിന്റെ, കാരുണ്യത്തിന്റെ പ്രതീകമാണ്. ശാന്തതയും കരുത്തും ഒരുപോലെ സമ്മേളിക്കുന്ന ഈ സന്നിധിയിലെത്തുന്ന ഏതൊരു ഭക്തനും അമ്മമാരുടെ അനുഗ്രഹം തൊട്ടറിയാൻ സാധിക്കും. 5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു ചെറിയ പീഠത്തിൽ തുടങ്ങിയ ആ ചൈതന്യം ഇന്ന് 10,000-ങ്ങൾക്ക് അഭയമേകുന്ന മഹാസാഗരമായി മാറിയിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിലെ പേട്ടയിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമേ ക്ഷേത്രത്തിലേക്കുള്ളൂ. തിരുവനന്തപുരം തമ്പാനൂർ കിഴക്കേക്കോട്ട ബസ് സ്റ്റേഷനിൽ നിന്നും പേട്ട വഴി പോകുന്ന ബസ്സുകൾ ലഭ്യമാണ്. ചാക്ക ബൈപ്പാസിൽ നിന്നും പേട്ട റോഡിലൂടെ കല്ലുമൂട് ജംഗ്ഷനിലെത്തിയാൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാം. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാണെങ്കിൽ ശ്രീ പഞ്ചമി ദേവി ടെമ്പിൾ കല്ലുമൂട് എന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായ ലൊക്കേഷൻ ലഭിക്കും. പുതുതലമുറയ്ക്ക് നമ്മുടെ സംസ്കാരത്തെയും വാസ്തുവിദ്യയെയും പരിചയപ്പെടുത്തുന്ന ഒരു പാഠപുസ്തകം കൂടിയാണ് ഈ ക്ഷേത്രം. ആത്മീയതയും സാമൂഹിക സേവനവും എങ്ങനെ കൈകോർക്കണമെന്നതിന് പഞ്ചമി ദേവി ക്ഷേത്രം ഒരു മികച്ച ഉദാഹരണമാണ്.